എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ മൊത്തം വരകളാണ്. ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ ഇനി എൻ്റെ ഫോണ് ഗെയിം കളിക്കാനായിട്ട് എടുക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ചാർജിനോ മറ്റോ ഇട്ട് കഴിഞ്ഞാൽ മറ്റാരും നമ്മുടെ മൊബൈൽ ഫോണ് എടുത്തു നോക്കാനും പോകുന്നില്ല. ഇനി എനിക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ മൊബൈൽ ഫോണ് എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇത് മാത്രമല്ല, ഡിസ്പ്ലേ കേടായതുപോലെ നമുക്കിതുപോലെ ബ്ലിങ്ക് ചെയ്യിപ്പിക്കാനും സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളുടേതോ മറ്റോ പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് അവരുടെ ഡിസ്പ്ലേയിൽ ഇതുപോലെ നമുക്ക് ഗ്രീൻ ലൈൻ വരുത്തിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ ഫോണിലെ ഗ്രീൻ ലൈന് ഇതുപോലെ മായ്ച്ചു നൽകാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് സഹായിക്കുന്നത് ഒരു കുഞ്ഞൻ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ ഫോൺ മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കാൻ നമുക്കിതുപോലെ ഡിസ്പ്ലേ കേടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവരുടെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് പ്രാങ്ക് ചെയ്യാനുമൊക്കെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. 10 സെക്കൻഡെങ്കിലെടുത്ത് വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു ബട്ടൺ കാണാം. അത് ഓൺ ചെയ്യുന്ന സമയത്ത് പെർമിഷൻ കൊടുക്കേണ്ട ഓപ്ഷൻ വരും. പെർമിഷൻ്റെ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് പോകും. എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തെടുത്ത ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ബട്ടൺ ഇതുപോലെ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് അതിൻ്റെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡിസ്പ്ലേ പല രീതിയിലേക്ക് മാറ്റിയെടുക്കേണ്ട ഓപ്ഷൻ ഇതിനകത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലുള്ള ബട്ടൺ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എൻ്റെ ഡിസ്പ്ലേ കേടായതുപോലെ ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്താലും എന്ത് ഓപ്പൺ ചെയ്താലും മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല വ്യക്തമായിട്ട്. കാരണം ഡിസ്പ്ലേ കേടായതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഫോൺ കിടക്കുന്നത്. അപ്പം നമുക്ക് ഏത് സമയത്തും ആപ്ലിക്കേഷനകത്ത് പോയിട്ട് ഇതുപോലെ അത് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആവശ്യമുള്ള സമയത്ത് ഓൺ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഞാൻ ഇൻട്രോയിൽ കാണിച്ച ഗ്രീൻ നിറത്തിൽ ബ്ലിങ്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അത് ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ഇതുപോലെ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഡിസ്പ്ലേ ഇതുപോലെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ലൈന് വരുത്തിക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അതായത് ഗ്രീൻ ലൈന് ഇതാ നിങ്ങൾക്ക് കാണാം ഡിസ്പ്ലേയിൽ എനിക്ക് ഗ്രീൻ ലൈന് വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷനകത്ത് പോയിട്ട് ഏത് സമയത്തും അത് ഓഫ് ചെയ്യാം. ഇനി 3 ലൈൻസ് വരുന്നുണ്ട് ഗ്രീൻ ലൈനിൽ തന്നെ. അത് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം 2-3 ലൈൻസ് വന്നിട്ട് അതുപോലെ തന്നെ പല രീതിയിൽ ഇത് ലൈൻസ് കൊടുക്കേണ്ട ഓപ്ഷൻ തന്നെയുണ്ട്. അതുപോലെ തന്നെ ചില ഓപ്ഷൻ ഇതിനകത്ത് പർച്ചേസ് ചെയ്യേണ്ടത് കൂടിയുണ്ട്, അതുകൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിലെ സെറ്റിങ്സിനകത്ത് ചില ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ സെറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പല ഓപ്ഷനും ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്ന ഡിസ്പ്ലേയുടെ കളർ മാറ്റാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.